എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആരാണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ അവർ എന്തുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ഇത്രമാത്രം ചിന്തിക്കുന്നത് എന്നും നമ്മൾ നോക്കുന്നുണ്ട്. ഈ ഒരു നിമിഷം എന്ന് പറയുമ്പോഴും ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത്, ഈ ഒരു റീഡിംഗ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത്, ആ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, പ്രധാനമായിട്ടും ആരാണ് നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, അവർ എന്തുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അത് മാത്രം നിങ്ങളെടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് കോൺടാക്റ്റ് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ, താല്പര്യമെന്നുണ്ടെങ്കിൽ അതുവഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മെസ്സേജസ് ആണ് അയക്കേണ്ടത് കേട്ടോ, കോളല്ല. കോൾസ് എടുക്കുന്നില്ല, മെസ്സേജസ് മാത്രമാണ്. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. ആരാണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നത് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ പ്രധാനമായിട്ടും മനസ്സിലാവുന്നത്, ഒന്നിൽ കൂടുതൽ ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിലെനിക്ക് പ്രധാനമായിട്ടും മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങളിപ്പോൾ അധികം സംസാരിക്കാത്ത ആൾക്കാർ, അതായത് നിങ്ങളിപ്പോൾ അവരോട് അധികം സംസാരിക്കുന്നുണ്ടാവില്ല, അങ്ങനത്തെ ആളുകളാണ് കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. മേ ബി അധികം നിങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സംസാരിച്ചിട്ടേ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു എനർജിയും എനിക്ക് ലഭിക്കുന്നുണ്ട്. അത് വളരെ സ്പെസിഫിക് ആണ്. സംസാരിച്ചിട്ടേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അധികം സംസാരിക്കുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ മുമ്പ് നിങ്ങൾ സംസാരിച്ചിരുന്ന പോലെ ഇപ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കുന്നില്ല. അങ്ങനത്തെ ആളുകളാണ് കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എത്ര സംസാരിച്ചാലും, അല്ലെങ്കിൽ നിങ്ങൾ എത്ര കണ്ടാലും, എത്ര നിങ്ങളോട് സംസാരിച്ചാലും, കണ്ടാലും എന്നതല്ല, നിങ്ങളോട് എത്ര സംസാരിച്ചാലും ഇനിയും നിങ്ങളോട് സംസാരിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ, അവരാണ് കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഇത് ഞാൻ പറയാൻ കാരണമുണ്ട്. കാരണം എനിക്കിവിടുത്തെ കാർഡ്സിൽ നിന്ന് ആ ഒരു എനർജി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പ്രധാനമായിട്ടും ആദ്യമായിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നത്, ഇതിപ്പോൾ ഒരു ലവ് റീഡിങ് മാത്രമല്ല കേട്ടോ. എനിക്കിവിടെ കിട്ടുന്ന എല്ലാ എനർജിയും ഞാൻ പറയും, ലവ് റീഡിങ് മാത്രമല്ല. എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, ഒരുപാട് എന്തുകൊണ്ട് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആ വ്യക്തി കാരണം, അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് കാരണം, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങളോട് ക്ഷമ ചോദിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതായത് അവർ ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ പിണക്കത്തിലാണെങ്കിൽ ആ പിണക്കമൊക്കെ മറന്ന് ഒരു പുതിയ തുടക്കം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ്
ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് എന്നൊരു സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സണ് നിങ്ങളെ കാണണമെന്നും നിങ്ങളോട് സംസാരിക്കണമെന്നും ഒത്തിരി ആഗ്രഹമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും പിണക്കം മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അത് കാരണം ആ പേഴ്സൺ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇത് എനിക്കിവിടെ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട എനർജിയാണ് എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പേഴ്സൻ്റെ എനർജി മാത്രം, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ എനർജി മാത്രമല്ല എനിക്കിവിടെ ലഭിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്കിവിടെ ലഭിക്കുന്ന എനർജികളിൽ ഒന്നാണത്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. രണ്ടാമതായിട്ട് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തിനോട്, അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിനോട് നിങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല, പിണക്കത്തിലാണ്. ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനൊന്നുമല്ല. പക്ഷേ നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങൾ ചെറിയൊരു പിണക്കത്തിലാണെങ്കിൽ, കുറച്ച് ദിവസമായി അല്ലെങ്കിൽ കുറച്ച് നാളായി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് സംസാരിക്കുന്നില്ലെങ്കിൽ, ചെറിയ എന്തെങ്കിലും പിണക്കമായിരിക്കാം, എന്നിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പിണക്കം മാറ്റണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ അവരോട് ചെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്രണ്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിനോട് നിങ്ങൾ പിണക്കത്തിലാണെങ്കിൽ, അതായത് അവർ പിണങ്ങിയതല്ല, നിങ്ങൾ പിണക്കത്തിലാണെങ്കിൽ നിങ്ങളുടെ പിണക്കമൊക്കെ മാറി അവരോടൊന്ന് ചെന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങളുടെ ഫ്രണ്ട് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഇനി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പിണക്കത്തിലൊന്നുമല്ല, നിങ്ങളുടെ ഫ്രണ്ടിനോട് നിങ്ങൾക്ക് പിണക്കമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് ഒത്തിരി നാളായിട്ടുണ്ടായിരിക്കാം. ഒരാളായിരിക്കണം എന്നില്ല, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കാണുന്നുണ്ട്. എപ്പോഴും കാണുന്നവരാണ്, അങ്ങനെ ഒരുപാട് നാളായിട്ട് കാണാതിരിക്കുന്നവരൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിനെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ സുഹൃത്തിനെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും, അല്ല നിങ്ങൾ ഇപ്പോൾ പിണക്കത്തിലാണ് എന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. നിങ്ങളെന്ത് ചെയ്യുമായിരിക്കും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവർക്കിപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സുഹൃത്തായതുകൊണ്ട് അവർ വെറുതെ ചിന്തിക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു മെസ്സേജ് വളരെ 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 സ്പെസിഫിക് ആണ്. പക്ഷേ അതെനിക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു മെസ്സേജായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. തോന്നുന്നതല്ല, അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് വളരെ സ്പെസിഫിക് ആണ്. അതായത് നിങ്ങൾ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ. നിങ്ങൾ അങ്ങനെ ഒരു ചിത്രം ആർക്കെങ്കിലും വരച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നൊരു വ്യക്തിക്ക് അവർ നിങ്ങളോട് ചോദിച്ചത് പ്രകാരം നിങ്ങളൊരു ചിത്രം വരച്ചു കൊടുത്തു. ഒരു മനോഹരമായിട്ടുള്ള ചിത്രം. ആ ഒരു ചിത്രം ഇപ്പോഴും അവരുടെ കയ്യിലുണ്ടായിരിക്കാം, അവരത്രയും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവാം. ആ ഒരു ചിത്രം ഇപ്പോൾ അവർ കാണുന്നുണ്ട്, കാരണം അവരുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ആ ഒരു ചിത്രം അവർ കണ്ടു ഈ ഒരു സമയത്ത് അവർ കണ്ടു, അല്ലെങ്കിൽ കാണുന്നുണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവർ നോക്കുന്നുണ്ട് ആ ഒരു ചിത്രം. അത്രയും മനോഹരമായിട്ടുള്ള ചിത്രമാണ്. ഇതിപ്പോൾ നിങ്ങൾ വരച്ചു കൊടുത്ത ചിത്രമായിരിക്കാം, ഒരുപാട് നാൾ മുൻപ് നിങ്ങൾ വരച്ചു കൊടുത്ത ചിത്രമായിരിക്കാം. പക്ഷേ ഇപ്പോൾ വരച്ചു കൊടുത്ത ചിത്രമാണെങ്കിലും മുൻപ് വരച്ചു കൊടുത്ത ചിത്രമാണെങ്കിലും ആ ഒരു ചിത്രം കാണുന്ന സമയത്ത്, നിങ്ങൾ വരച്ചു കൊടുത്ത ആ ഒരു ചിത്രം അവർ നോക്കുന്ന സമയത്ത്, അവരല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, അത് കാണുന്ന സമയത്തെല്ലാം തന്നെ അവർ നിങ്ങളെ ഓർക്കാറുണ്ട്.
ഇതൊരു സമയത്ത് മാത്രമല്ല, എപ്പോഴെല്ലാം ആ ചിത്രത്തിനെ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ, എപ്പോഴും അവരുടെ വീട്ടിലുണ്ട്, പക്ഷെ എപ്പോഴെല്ലാം അവർ ആ ഒരു ചിത്രത്തിൽ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ചിത്രത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, ആ സമയത്തെല്ലാം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ എന്താ ഇതിങ്ങനെയെന്ന് തോന്നാം, പക്ഷേ എനിക്കത് വ്യക്തമായിട്ട് ആ ഒരു മെസ്സേജ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പേർക്ക് ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രിയപ്പെട്ട വ്യക്തികൾക്ക് അവർ പറഞ്ഞതനുസരിച്ച് മനോഹരങ്ങളായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചിത്രങ്ങളെല്ലാം കാണുന്ന സമയത്ത് അവരെല്ലാം നിങ്ങളെ ഓർക്കാറുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇനി അങ്ങനെ എല്ലാവർക്കൊന്നും നിങ്ങൾ വരച്ചു കൊടുത്തിട്ടില്ല, നിങ്ങൾക്കറിയാവുന്ന എല്ലാ ആളുകൾക്കൊന്നും നിങ്ങൾ വരച്ചു കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ആളുകൾ അവർ നിങ്ങളോട് ചോദിച്ചത് പ്രകാരം ഒരു മനോഹരമായിട്ടുള്ള ചിത്രം, അതിപ്പോൾ ഒരു പൂവിൻ്റേതായിരിക്കാം, ഒരു പക്ഷിയുടേതായിരിക്കാം. അതിപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും മനസ്സിലാവുന്നത് ഒരു പൂവിൻ്റെ ചിത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ചിത്രമായിരിക്കാം. അങ്ങനെയാണ് എനിക്ക് പ്രധാനമായിട്ടും മനസ്സിലാവുന്നത്. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ചിത്രമാണ്. ഒരു പൂവിൻ്റെ ചിത്രമോ അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ചിത്രമോ, അങ്ങനെ അത്രയും മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ്. ആ ഒരു ചിത്രം നിങ്ങൾ വരച്ചു കൊടുത്ത ആ മനോഹരമായിട്ടുള്ള ആ പക്ഷിയുടെ ചിത്രം അല്ലെങ്കിൽ ആ ഒരു പൂവിൻ്റെ ചിത്രം കാണുന്ന സമയത്ത് അവർക്ക് നിങ്ങളെ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ വീണ്ടും 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 പറയുകയാണ്, ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജാണ്. ഇത് ആർക്കെങ്കിലും റെസനേറ്റ് ആവുമോ എന്നെനിക്കറിയില്ല, പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇത് റെസനേറ്റ് ആവും. കാരണം എനിക്കത് വളരെ സ്പെസിഫിക് ആയിട്ട് ലഭിക്കുന്നുണ്ട്. എനിക്കൊരു പൂവിൻ്റെ ചിത്രം കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു എന്താ പറയുക, ഒരു പക്ഷിയുടെ ചിത്രം കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും മനസ്സിലാവുന്ന ഈ 2 ചിത്രങ്ങളാണ്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാവുന്നത്, നിങ്ങൾ നന്നായിട്ട് കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടായിരിക്കാം, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എത്ര കഠിനമായിട്ട് എന്ത് ചെയ്യുന്ന ആൾക്കാരാണ്, വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളത് അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് എത്ര നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, എത്ര കഠിനമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. മേ ബി അവർ നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ പേരിൽ അവർ നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളും ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ മാതാപിതാക്കളും ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. ഇതെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മെസ്സേജാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങളെടുക്കാം. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ മാതാപിതാക്കൾ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ മുൻപ് പറഞ്ഞില്ലേ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളായതുകൊണ്ട് അവർ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ആളുകളാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കില്ല, നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത്. അതായത് നിങ്ങൾ എത്രത്തോളം കഠിനമായിട്ട് അധ്വാനിക്കുന്നവരാണ് എന്ന് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അവർക്കും ഒത്തിരി സന്തോഷം ലഭിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്നത് കൊണ്ടും നിങ്ങൾ ചെയ്യുന്ന ജോലി വളരെ സന്തോഷത്തോടു കൂടി, നിങ്ങളുടെ ജോലി നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ടും, നിങ്ങൾ വളരെയധികം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ആളുകളായതുകൊണ്ടും നിങ്ങളുടെ മാതാപിതാക്കൾ ഈ ഒരു നിമിഷം അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ എത്രത്തോളം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആരാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നതെന്നും അവർ എന്തുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ഒത്തിരി ചിന്തിക്കുന്നതെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. ഈ ഒരു നിമിഷം എന്ന് പറയുമ്പോഴും ഈ ഒരു നിമിഷം മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് ആരാണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്,
അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ളത് ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അവർ നിങ്ങളെക്കുറിച്ച് ഇത്രമാത്രം ചിന്തിക്കുന്നതെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.